അതായത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പുതുമോടിയിലേക്ക് പോവുകയാണ്. റിസർവേഷൻ കൗണ്ടർ നാളെ മുതൽ രണ്ടാം കവാടത്തിൽ. ഓക്കെ, രണ്ടാം പ്രവേശന കവാടം ഇന്ന് രാവിലെ 11-ന് തുറക്കും. ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം പ്രവേശന കവാടം ഇന്ന് തുറക്കും. രാവിലെ 11-ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. ഒന്നാം പ്രവേശന കവാടത്തിൽ പ്രവർത്തിച്ചിരുന്ന റിസർവേഷൻ കൗണ്ടർ രണ്ടാം കവാടത്തിലെ താഴത്തെ നിലയിലേക്ക് മാറ്റും. അപ്പോൾ ഒന്നാം പ്രവേശന കവാടത്തിലായിരുന്നു റിസർവേഷൻ കൗണ്ടർ ഉണ്ടായിരുന്നത്, അതിപ്പം രണ്ടാം കവാടത്തിലെ താഴത്തെ നിലയിലേക്ക് മാറ്റും. നാളെ മുതൽ റിസർവേഷൻ പൂർണ്ണമായിട്ടും പ്രവർത്തിക്കും. പിന്നെ എന്തിനാണ് ഇങ്ങനൊരു മാറ്റം, കോട്ടയം സ്റ്റേഷൻ മാറുന്നത് ഇങ്ങനെ? അതായത് ഏറ്റുമാനൂർ പാലാ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് നാഗമ്പടം റെയിൽവേ മേൽപ്പാലം, നാഗമ്പടം ബസ് സ്റ്റാൻഡ് എന്നീ വഴികൾ ചുറ്റാതെ നാഗമ്പടത്ത് നിന്ന് നേരിട്ട് ഗുഡ്സ് ഷെഡ് റോഡ് വഴി രണ്ടാം പ്രവേശന കവാടത്തിലെത്തി ടിക്കറ്റ് എടുത്ത് കെട്ടിടത്തിൻ്റെ ഒന്നാം നിലയിൽ ആരംഭിക്കുന്ന മേൽപ്പാലം വഴി പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കാം. മനസ്സിലായോ? എന്താ മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ ഏറ്റുമാനൂർ പാലാ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഇപ്പം നമ്മൾ നാഗമ്പടം സ്റ്റാൻഡിൽ വന്നാൽ നമുക്ക് പെട്ടെന്ന് റെയിൽവേയിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക, നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ച് അവിടെ പോവുകയാണ് ചെയ്യുക. അതായത് മേൽപ്പാലം ഉണ്ട്, അതായത് റെയിൽവേയിൽ നിന്ന് കയറി നമുക്ക് നാഗമ്പടം സ്റ്റാൻഡിൽ നിന്ന് കയറി നമുക്ക് റെയിൽവേയിൽ വരാനായിട്ട് പറ്റും. പക്ഷേ അത് കയറി വരുമ്പോൾ നമ്മൾ നേരെ പ്ലാറ്റ്ഫോമിലല്ല വരുന്നത്. പ്ലാറ്റ്ഫോം കഴിഞ്ഞ് അപ്പുറത്തൊരു സ്പേസ് ഉണ്ട്, അവിടെയാണ് വരുന്നത്. അപ്പം നമ്മൾ ചിലപ്പം കുറേ സ്ഥലങ്ങളൊക്കെ ചാടിക്കടന്ന് വേണം വരാൻ, ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബുദ്ധിമുട്ടാണ്. അപ്പം അതൊക്കെ പരിഹരിക്കാനായിട്ട് റെയിൽവേ മേൽപ്പാലം, നാഗമ്പടം ബസ് സ്റ്റാൻഡ് എന്നിവ ചുറ്റി വരാതെ പ്രവേശന കവാടത്തിലെത്തി ടിക്കറ്റ് എടുക്കാൻ, അതായത് കെട്ടിടത്തിൻ്റെ ഒന്നാം നിലയിലെത്തി ആരംഭിക്കുന്ന മേൽപ്പാലം പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലാണ് ഇപ്പം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ രാവിലെ 6 മുതൽ രാത്രി 10 വരെയാണ് ആദ്യഘട്ടത്തിൽ അൺറിസർവ്ഡ് ടിക്കറ്റ് കൗണ്ടർ രണ്ടാം കവാടത്തിൽ പ്രവർത്തിക്കുക. അപ്പോൾ അൺറിസർവ്ഡ് ആയിട്ടുള്ള ടിക്കറ്റ് കൗണ്ടർ രാവിലെ 6 മുതൽ 10 മണി വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. തിരക്ക് കൂടുകയാണെങ്കിൽ രാത്രി ഷിഫ്റ്റ് പിന്നീട് പരിഗണിക്കും. നാളെ മുതൽ റിസർവേഷൻ ടിക്കറ്റ് എടുക്കാൻ രണ്ടാം കവാടത്തിൽ വേണം എത്താൻ. അപ്പം നിങ്ങൾ റിസർവേഷൻ ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നാളെ മുതൽ ഒന്നാം കവാടത്തിൽ പോകരുത്, രണ്ടാം കവാടത്തിൽ ചെല്ലുക. അവിടെയായിരിക്കും റിസർവേഷൻ കൗണ്ടർ ഉണ്ടായിരിക്കുക. ഒന്നാം കവാടത്തിലെ അൺറിസർവ്ഡ് ടിക്കറ്റ് കൗണ്ടർ പഴയതുപോലെ തന്നെ പ്രവർത്തിക്കും. ഉദ്ഘാടനത്തിന് എത്തുന്ന അധികൃതർ ശ്രദ്ധിക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് ആരംഭിക്കുന്ന ട്രെയിനുകൾ വേണമെന്ന ആവശ്യം ഇതുവരെ പരിഗണിച്ചിട്ടില്ല. ശരിയാണ്, കോട്ടയത്ത് നിന്ന് ട്രെയിൻ അത്യാവശ്യമാണ്. ഈ എറണാകുളം, പാലക്കാട്, തൃശ്ശൂർ ഭാഗങ്ങളിലേക്കൊക്കെ കോട്ടയത്ത് നിന്ന്, അതായത് കോട്ടയം വഴി പോകുന്ന ട്രെയിൻ വളരെ പരിമിതമാണ്. ഇപ്പോൾ നമ്മളൊരു കോഴിക്കോട്, മലപ്പുറം ആ ജില്ലകളിലൊക്കെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ട്രെയിനുകൾ വളരെ പരിമിതമാണ്. ഇപ്പം എൻ്റെ ഒരു പേഴ്സണലി ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര തിരക്കല്ലേ, നമുക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ല. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണലി ഒരു ഇത് പറയുകയാണെങ്കിൽ മലപ്പുറത്ത് അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് നമുക്ക് കണ്ണൂർ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ രാവിലെ 8:45 ഒരു ട്രെയിനുണ്ട്, പരശുറാം എക്സ്പ്രസ്. ആ ട്രെയിൻ കഴിഞ്ഞാൽ പിന്നെ ഉള്ള ട്രെയിൻ എന്ന് പറയുന്നത് മലബാർ എക്സ്പ്രസ് ആണ്. അത് രാത്രി 11 മണിക്കാണ് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ ട്രെയിൻ ഉണ്ടാവും, പക്ഷേ എല്ലാ ദിവസവും റൺ ചെയ്യുന്നത് ഈ 2 ട്രെയിനാണ്. അതുകൊണ്ട് തന്നെ ഈ പരശുരാമിനും മലബാറിനും ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ നമ്മൾ റിസർവ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1 മാസം മുമ്പ് നമ്മൾ റിസർവ് ചെയ്യണം മലബാറിന് ടിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ഇപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് നമ്മൾ ടിക്കറ്റ് വേണമെന്ന് കരുതി നമ്മൾ റിസർവ് ചെയ്യുകയാണെങ്കിൽ ടിക്കറ്റ് കിട്ടും, പക്ഷേ വെയിറ്റിംഗ് ലിസ്റ്റിലായിരിക്കും. പക്ഷെ നമുക്ക് കൺഫേം ആകത്തില്ല. ചിലപ്പോൾ നമ്മൾ 2 പേർക്ക് ഓരോ സ്ഥലത്ത് ഒരു കമ്പാർട്ട്മെൻറ്റ് അല്ല ഒരു ബോഗിയിൽ ടിക്കറ്റ് കിട്ടില്ല. അപ്പം ഒരാൾ വേറെ കമ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ അടുത്ത ആൾ വേറെ അടുത്തായി. ഇപ്പം നമ്മൾ 2 പേരും കൂടെ ഒരേ ടൈമിലായിരിക്കും ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരാളുടെ സീറ്റ് വേറൊരാൾക്ക് കൊടുത്തിട്ട് നമ്മൾ ആ ഒരാളുടെ സീറ്റിൽ, അതായത് നമ്മൾ രണ്ടും ഒരു ഇതിൽ ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ കോട്ടയം വഴിയുള്ള ട്രെയിൻ, തീർച്ചയായിട്ടും കോട്ടയം വഴിയുള്ള ട്രെയിൻ കുറവാന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കുറവാണ്. പിന്നെ കണ്ണൂരിനോ അല്ലെങ്കിൽ കോഴിക്കോടിനോ പോകണമെന്നുണ്ടെങ്കിൽ ഒരെളുപ്പം ഒന്നുകിൽ എറണാകുളം ചെല്ലുക. അവിടെ ചെന്നാൽ എന്താണ് നമ്മുടെ ആലപ്പുഴ വഴി വരുന്ന ട്രെയിൻ ഉണ്ടായിരിക്കും. ആ ട്രെയിൻ കയറി നമുക്ക് പോകാം. ഇപ്പോൾ ആലപ്പുഴ വഴിയാണെങ്കിൽ ജനശതാബ്ദി, നേത്രാവതി അങ്ങനെയുള്ള കുറേ ട്രെയിനുകളുണ്ട്, എറണാകുളമൊക്കെ ഉണ്ട്. പിന്നെ ഒരു മാർഗ്ഗമെന്ന് വെച്ചാൽ ഷൊർണൂർ ചെല്ലുക. ഷൊർണൂർ എന്നാലും നമുക്ക് കോഴിക്കോടിന് കണ്ണൂരിന് ട്രെയിൻ ഉണ്ടായിരിക്കും. പക്ഷേ കോഴിക്കോട് ഈ ഷൊർണൂർ വരെ പോകണമെന്നുണ്ടെങ്കിൽ ശബരി എക്സ്പ്രസ് ആണുള്ളത്. അതും ഈ പരശുരാം പോയി കഴിഞ്ഞിട്ട് വരുന്ന ട്രെയിനാണ്. തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കാണ്. പിന്നെ വേണാട്, ഇതൊക്കെ കോട്ടയം വഴി പോകുന്ന ട്രെയിൻ എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ്. എല്ലാ ട്രെയിനകത്തും ഭയങ്കര തിരക്കാണ്. പാലരുവി, വേണാട്, പരശുരാം ഈ പറയുന്ന ട്രെയിനുകൾക്കെല്ലാം ഭയങ്കര തിരക്കാണ്. കാരണം കോട്ടയം വഴിയാണ് ട്രെയിനിൻ്റെ
കുറവ്. നമുക്കിപ്പം കോട്ടയം നിൽക്കാൻ പോലും പറ്റാത്ത അതുപോലെ ഇപ്പം ജസ്റ്റ് മെമൂന് വരെ ഇപ്പം തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊരു ദിവസം എറണാകുളം പോയിട്ട് വന്നപ്പോൾ മെമൂല് നിൽക്കാൻ സ്ഥലമില്ല, അതുപോലെ തിരക്കാണ്. കൊല്ലം വരെ ഉള്ളൂ ട്രെയിൻ, എറണാകുളം ടു കൊല്ലമാണ്. എന്നാലും തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. അപ്പം എൻ്റെ സിസ്റ്റർ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പറയാം, എൻ്റെ ചേച്ചി കൊല്ലത്ത് ഇതിനുമാത്രം ആൾക്കാരുണ്ട് ഇറങ്ങാനെന്ന്. അതെ, അവധി ദിവസം കഴിയുമ്പോഴും അവധി എടുത്ത് പോകാനുള്ളവരൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഇനി അടിയന്തര ആവശ്യങ്ങൾ വേണമെന്നാണ്, അതായത് കോട്ടയത്ത് നിന്ന് ആരംഭിക്കുന്ന ട്രെയിനുകൾ വേണമെന്നാണ് പറയുന്നത്. 5 മെയിൻ പ്ലാറ്റ്ഫോമുകളും ഒരു ചെറിയ പ്ലാറ്റ്ഫോമും ഉള്ള കോട്ടയത്തിൻ്റെ സാധ്യത റെയിൽവേ പ്രയോജനപ്പെടുത്തുന്നില്ല. ഇപ്പോൾ കോട്ടയത്തിന് 5 പ്ലാറ്റ്ഫോം ഉണ്ട്, അപ്പോൾ ആ ഒരു സാധ്യത പ്രയോജനപ്പെടുത്തുന്നില്ല. എറണാകുളത്ത് അവസാനിക്കുന്ന ചില ട്രെയിനുകൾ കോട്ടയത്തേക്ക് നീട്ടണമെന്ന ആവശ്യവും അംഗീകരിക്കുന്നില്ല. ചില ട്രെയിനുകൾ കോട്ടയം വരെ സർവീസ് നടത്തുന്നുള്ളൂ, അപ്പം അല്ല എറണാകുളം വരെ. ആ ട്രെയിൻ ഒരു കോട്ടയം വരെ നടത്തുകയാണെങ്കിൽ ഈ തിരുവല്ല ചെങ്ങന്നൂർ പോകേണ്ട ആൾക്കാർക്ക് അത് നല്ല കാര്യം തന്നെ, ഉപകാരപ്പെടും. മാവേലിക്കര അങ്ങനെ പോകേണ്ട ആൾക്കാർക്കൊക്കെ ഉപകാരമായി. കാരണം കോട്ടയത്ത് ഇറങ്ങിയാൽ നമുക്ക് ഡയറക്റ്റ് തിരുവല്ലയ്ക്കും വണ്ടി കിട്ടും, മാവേലിക്കരയ്ക്കായാലും ചെങ്ങന്നൂരിനായാലും വണ്ടി കിട്ടും. അപ്പം മാവേലിക്കര വരെ ആണ് സാധാരണ കോട്ടയം റെയിൽവേ വഴി പോകുന്ന ട്രെയിൻ വരുന്നത്. അപ്പം മാവേലിക്കര അതിൽ എന്താ വിട്ടിരിക്കുകയാണോ? ഓക്കെ. അപ്പോൾ ഈ എറണാകുളം വരെ സർവീസ് നടത്തുന്ന ട്രെയിനുകൾ കോട്ടയത്തോട് നീട്ടുകയാണെങ്കിൽ നമുക്കത് നല്ല ഒരു ബെറ്റർമെൻറ്റ്. ഇപ്പം വന്ദേ ഭാരത് ഉണ്ടെങ്കിൽ തന്നെ കോട്ടയത്തിന് സ്റ്റോപ്പുള്ളൂ, തിരുവല്ലയ്ക്ക് സ്റ്റോപ്പ് കൊടുത്തിട്ടില്ല. പത്തനംതിട്ട ജില്ലയിലെ ആകെപ്പാടെ ഉള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് തിരുവല്ല. അവിടെ പോലും ആ ട്രെയിനിന് ഇത് കൊടുത്തില്ല. ഇപ്പം നമുക്ക് വന്ദേ ഭാരതിൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ കായംകുളം പോകണം, അല്ലെങ്കിൽ കോട്ടയം വരണം. പിന്നെ ഇരട്ടപ്പാതയ്ക്കൊപ്പം കോട്ടയം സ്റ്റേഷനും നവീകരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു, ഇതുവരെ നടപ്പാതകളില്ല. കോട്ടയത്തേക്ക് നീട്ടാവുന്ന ട്രെയിനുകൾ കാരക്കൽ എറണാകുളം എക്സ്പ്രസ്, ബംഗളൂരു എറണാകുളം ഇൻ്റർസിറ്റി, ലോകമാന്യ തിലക് എറണാകുളം തുരന്തോ, പാലക്കാട് എറണാകുളം മെമു, പൂനെ എറണാകുളം സൂപ്പർഫാസ്റ്റ്, കൂടാതെ കോട്ടയം മംഗളൂരു, കോട്ടയം ചെന്നൈ, കോട്ടയം ഈറോഡ്, കോട്ടയം മധുര തുടങ്ങിയ ട്രെയിനുകൾ ആരംഭിക്കാനും ശുപാർശയുണ്ട്. അപ്പം എന്തായാലും കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ, അതായത് കോട്ടയത്തിന് ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. ട്രെയിൻ സർവീസ് നീട്ടണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നാളെ മുതൽ റിസർവേഷൻ കൗണ്ടർ 2ാം കവാടത്തിലായിരിക്കും, അതാരും മറക്കരുത്. 1ാം കവാടത്തിൽ ചെന്നാൽ അൺറിസർവ്ഡ് ആയിട്ടുള്ള ടിക്കറ്റ് ആയിരിക്കും കിട്ടുക. റിസർവേഷൻ കൗണ്ടർ 2ാം കവാടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കേ.